ഹേ ഗായ്സ്! അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നട്ടപ്പാതിര ഒരു മണി 1:30 സമയത്താണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇക്കച്ചി അത്യാവശ്യം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആവും. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇക്കച്ചിക്ക് വിശക്കണ ദിവസം അന്ന് ഞാൻ നല്ല രീതിക്കൊന്നും ഉറങ്ങിയിട്ടില്ല എന്നുള്ള ഡേയ്സിലൊക്കെ ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി വീട്ടിലെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അത് അല്ലാന്നുണ്ടെങ്കിൽ വല്ല ഓംലെറ്റോ സാൻഡ്വിച്ചോ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു അതൊക്കെ വെച്ച് ഞങ്ങളിങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഇതേ ആൾ മട്ടൺ സൂപ്പൊക്കെ എടുത്തു. എനിക്ക് ബ്രീസർ തരുമോ എന്ന് ചോദിച്ചപ്പോൾ 2 ഫ്ലേവർ ഞങ്ങളതെടുത്തു. ഇത് വാട്ടർമെലനും ബ്ലൂബെറിയാണ്. എനിക്ക് പാഷൻ ഫ്രൂട്ടാണ് ഏറ്റവും ഇഷ്ടം. എന്നാലും ഞാൻ ടേസ്റ്റ് ചെയ്യും. ഇതിലെനിക്ക് ബ്ലൂബെറിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഈ അടുത്ത കാലത്തായിട്ടാണ് ഞാൻ ബ്രീസറിന് അഡിക്റ്റ് ആയിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇടയ്ക്ക് മാത്രമേ തരുള്ളൂ. അപ്പോൾ ദേ അതൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ആ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഐസ്ക്രീം എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ എന്ന്. അപ്പോൾ ഞാനിത് വേഗം സ്വിഗ്ഗിയിൽ ഐസ്ക്രീം ഓർഡർ ചെയ്തു. നമ്മുടെ സ്വിഗ്ഗി ചേട്ടൻ അത് കൊണ്ടുവന്ന് തന്നു. ഇതെന്തോ ഡെത്ത് ബൈ ചോക്ലേറ്റ് സംതിങ് എന്തോ ആയിരുന്നു. ഇത് അടിപൊളിയാണ് ഗൈസ്. ഇതിൽ ബ്രൗണി, ചോക്കോ ചിപ്സ്, നട്ട്സ് പിന്നെ 2 ഫ്ലേവർ ഐസ്ക്രീം. ഈ ഒരു ബ്രൗൺ ഫ്ലേവർ ഐസ്ക്രീം വന്നിട്ട് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതേ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കച്ചി അവിടെ മട്ടൺ സൂപ്പ് തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാനിതേ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്വാണ്ടിറ്റി ഉണ്ട്. 140 സംതിങ് എന്തോ ഇതിനേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിച്ച് അപ്പോഴത്തേനും അനിയന്മാർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഞാൻ കൊണ്ട് കൊടുത്തു. ആ ടൈമിൽ ദേ ഞാനിങ്ങനെ വീഡിയോ എടുക്കും. അപ്പോൾ എന്നോടിങ്ങനെ പറയുന്നത് "നീ വീഡിയോ എടുക്കല്ലേ ഷൂട്ട് ചെയ്യല്ലേ" എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടുത്തു ഗെയ്സ്. അപ്പോൾ ഞങ്ങൾ ഉണ്ണിയോളൊക്കെ ഉറങ്ങി. ഉണ്ണിയോൾക്കൊന്നും കൊടുത്തില്ല കേട്ടോ ഐസ്ക്രീം. ഞങ്ങളങ്ങനെ ഉണ്ണിയോളൊക്കെ ഉറങ്ങി ഇടയ്ക്ക് മാത്രം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഞങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ക്വാളിറ്റി ടൈം കിട്ടാറുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവന്മാരുടെ കയ്യിൽ നിന്ന് വേഗം പോയി ഐസ്ക്രീം തിരിച്ച് മേടിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗെയ്സ്. അപ്പം ഞാനിത് കഴിച്ച് പിന്നെ പിന്നെ ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു വർത്താനമൊക്കെ പറഞ്ഞ് ടീച്ചറുടെ അടുത്ത് കുറേ വർത്തമാനം കുറേ ഞാൻ എക്സ്പ്രഷൻ വാരി വിതറുന്നുണ്ട് ഗെയ്സ്. പിന്നെ ഞാൻ ബ്രീസർ എടുക്കുന്നുണ്ട്. അത് ഇനി ഐസ്ക്രീം ബ്രീസർ എല്ലാം കൂടിയായിട്ട് ഞാൻ വയറ് കേടാക്കണ്ടെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ കിച്ചണിലെത്തി. കിച്ചണിൽ ഞങ്ങൾ ഒരുപാട് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു നിന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയിട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ നട്ടപ്പാതിരക്ക് ഇതുപോലത്തെ പ്രാന്തമുള്ള ആൾക്കാരാണോ? ഞങ്ങൾ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് കുറച്ചധികം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ഇത് നല്ല അടിപൊളിയാണ്. നല്ലൊരു വൈബുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വർത്താനമൊക്കെ പറഞ്ഞ് ദേ റൂമിൽ കയറുകയാണ് ഗൈസ്. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടൈമായിട്ടുണ്ട്. നാളെ എനിക്കും ആൾക്കൊക്കെ നേരത്തെ എണീക്കേണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ അത്രയൊക്കെയുള്ളൂ.